നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇ പി ജയരാജൻ. വിഷം ചീറ്റുന്ന മൂർഖൻ പാമ്പിനെ പോലെയാണ് ഗവർണർ. സങ്കുചിത ചിന്തയുടെയും ഒരു വികാസം പ്രാപിച്ചിട്ടില്ലാത്ത മനുഷ്യന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അദ്ദേഹം അവിടെ വന്നത്. ഇതൊക്കെ രാഷ്ട്രീയമാണ്. പറയേണ്ട കാര്യങ്ങൾ പറയും. അതിങ്ങനെ മനസ്സിൽ വെച്ച് വിഷം ചീറ്റി ഒരു മൂർഖൻ പാമ്പിനെ പോലെ നടക്കുന്നത് ഒരു ഗവർണർക്ക് ഭൂഷണമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖം തിരിച്ചു നിന്നത് തരം താണ നടപടിയെന്ന് LDF കൺവീനർ. ഗവർണറെ തിരികെ വിളിക്കണമെന്നും ആവശ്യം. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യും. തുടക്കമിടുന്നത് 11,000 കോടി രൂപയുടെ പദ്ധതികൾക്ക്. KPCC നേതൃയോഗം അല്പസമയത്തിനകം. സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളും തുടർ പ്രക്ഷോഭങ്ങളും ചർച്ചയാകും. കേരളത്തിന്റെ ചുമതല ഏറ്റെടുത്ത ദീപാദാസ് മുൻഷി പങ്കെടുക്കും. പുതുക്കോട്ടയിലെ വാഹനാപകടത്തിൽ 5 ശബരിമല തീർത്ഥാടകർക്ക് ദാരുണാന്ത്യം. 19 പേർക്ക് പരിക്ക്. അപകടം നിയന്ത്രണം വിട്ട ലോറി വാഹനങ്ങളിലേക്ക് പാഞ്ഞുകയറി. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18ാം പടി കയറാം. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. പത്തനംതിട്ട ചെന്നീർക്കരയിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടിയെറിഞ്ഞു. പിടികൂടിയ പാമ്പിനെ വനപാലകർ ഏറ്റെടുക്കാത്തതിനാലെന്ന് നാട്ടുകാർ. കേസെടുത്ത് പോലീസ്. കോയമ്പത്തൂരിൽ കൂട്ടം തെറ്റിയ കുട്ടിയാനയെ അമ്മയുടെ അടുത്തെത്തിച്ച് വനംവകുപ്പ്. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ 5 ശബരിമല തീർത്ഥാടകർ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട സിമന്റ് ലോറി തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച് സമീപത്തെ ചായക്കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രാകേഷ്, ദാരുണമായ സംഭവം. 5 മരണം സംഭവിച്ചിരിക്കുന്നു. 19 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. എങ്ങനെയാണ് അപകടമുണ്ടായത്? എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രഞ്ജിനി, അരിയല്ലൂരിൽ നിന്ന് ശിവഗംഗയിലേക്ക് പോവുകയായിരുന്ന സിമന്റ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിന് കാരണമായത്. നിയന്ത്രണം വിട്ട ലോറി ഇന്ന് പുലർച്ചെ വഴിയോരത്തുള്ള ചായക്കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഈ സമയം 3 വാഹനങ്ങളിലായി 25 തീർത്ഥാടകർ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ശബരിമലയിലേക്കുള്ള യാത്രക്കിടെ സംഘം ചായ കുടിക്കാൻ ചായക്കടയ്ക്ക് മുന്നിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഈ സമയമാണ് ലോറി പാഞ്ഞു കയറി അപകടമുണ്ടായത്. 5 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റു. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് എതിർവശത്താണ് നമനസമുദ്രം പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ ശബ്ദം കേട്ട് പോലീസാണ് ആദ്യം സ്ഥലത്തെത്തിയത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ഏറെ പണിപ്പെട്ടാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ഒപ്പം പരിക്കേറ്റവരെ ഇപ്പോൾ പുതുക്കോട്ടയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മൃതദേഹം ഈ ആശുപത്രിയിൽ തന്നെയാണ് സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ദാരുണമായ സംഭവമാണ് ഇപ്പോൾ പുതുക്കോട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. 5 പേർ മരിച്ചിരിക്കുന്നു. 19 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു സിമന്റ് ലോറി പാഞ്ഞുകയറി അപകടമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവും ആക്ഷേപകരമായ പരാമർശങ്ങളുമായി LDF കൺവീനർ ഇ പി ജയരാജൻ. മനസ്സിൽ വിഷം വെച്ച് ചീറ്റുന്ന മൂർഖൻ പാമ്പിനെ പോലെയാണ് ഗവർണർ എന്ന ഇ പി ജയരാജൻ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖം തിരിച്ചു നിന്ന ഗവർണറുടെ നടപടി തരം താണുപോയി. ഗവർണർ നിലവാരമില്ലാത്ത അവസ്ഥയിലേക്ക് പോയെന്നും സങ്കുചിത ചിന്തയുടെ പ്രതിഫലനമാണ് ഗവർണറുടെ നടപടിയെന്നും ഇ പി ജയരാജൻ. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ഗവർണറെ തിരികെ വിളിക്കണമെന്നും ഇ പി ജയരാജൻ. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലാണ് ജയരാജന്റെ പരാമർശങ്ങൾ.
മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ വലിയ തർക്കമാണ് സർക്കാരും ഗവർണറുമായിട്ട്. ഇന്നലെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കണ്ടു. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ എങ്ങനെയാണ് ഗവർണറുടെ സമീപനത്തെ LDF കാണുന്നത്? ഗവർണർ തരം താണു പോയി. നിലവാരമില്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം ചെന്നെത്തിപ്പോയി. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമോ മുൻകാല രാഷ്ട്രീയ പാരമ്പര്യങ്ങളോ ഒക്കെ നോക്കിയാൽ അദ്ദേഹം ഇന്നിവിടെ കാണിച്ചത് അങ്ങേറ്റം അപലനീയമായിട്ടുള്ള ഒരു സങ്കുചിത ചിന്തയുടെയും ഒരു വികാസം പ്രാപിച്ചിട്ടില്ലാത്ത മനുഷ്യൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അദ്ദേഹം അവിടെ വന്നത്. അദ്ദേഹം സ്റ്റേജിൽ വരുമ്പോൾ തന്നെ മുഖമാകെ എന്തോ ഒരു മുഴുവൻ ആളുകളെയും വെറുക്കുന്ന മനോഭാവത്തോടു കൂടിയിട്ടാണ് സ്റ്റേജിൽ വരുന്നത്. ഒരു ഗവർണറല്ലേ, ആ ഗവർണർ ഇരിക്കുന്ന കസേലയെക്കുറിച്ച്, അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അല്പമെങ്കിലും നിശ്ചയമുണ്ടോ? അദ്ദേഹം സാമാന്യ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണോ അവിടെ പ്രത്യക്ഷപ്പെട്ടത്? ഒരിക്കലും ഒരു ഗവർണറിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നതല്ല. അദ്ദേഹം ഇന്ന് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കത്തക്ക നിലയിലുള്ളതാണ്. മുഖ്യമന്ത്രി 1-2 തവണ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, പക്ഷേ ഗവർണർ മുഖം തിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക രൂപത്തിലല്ല അവിടെ ഇരുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മനോഭാവം കണ്ടാൽ അദ്ദേഹവുമായിട്ട്, കാരണം ഇതൊക്കെ രാഷ്ട്രീയമാണ്, പറയേണ്ട കാര്യങ്ങൾ പറയും. അതിങ്ങനെ മനസ്സിൽ വെച്ച് വിഷം ചീറ്റി ഒരു മൂർഖം പാമ്പിനെ പോലെ നടക്കുന്നത് ഒരു ഗവർണർക്ക് ഭൂഷണമാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കണം മുഖ്യമന്ത്രി വളരെ നല്ല നിലയിൽ അദ്ദേഹം ഇരുന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു നിലപാട് സ്വീകരിച്ചു. അവസാനം ബൊക്കെ കൊടുക്കുന്നു. ആ ബൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം ഗവർണർ ബൊക്കെ കൊടുത്തു. രണ്ടാമത് മുഖ്യമന്ത്രി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുഖം, ഗവർണർ എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ഏത് മനുഷ്യനും നാണക്കേടുകയും. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എല്ലാ അതിർവരമ്പുകളും അദ്ദേഹം ലംഘിച്ചിരിക്കുകയാണ്. ഒരു അതിർവരമ്പുകളും ഇല്ലാത്ത നിലയിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അലുവ വാങ്ങാൻ അലുവക്കട നോക്കി നടന്ന ഗവർണറെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത്രയും പരിഹാസനാണ് അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ നിലയോടുകൂടി ഇന്ന് ബോധ്യമായി. ഞങ്ങൾക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഇടയായി എന്നുള്ളതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ മുഖഭാവം, അദ്ദേഹത്തിൻ്റെ മനോഭാവം, അദ്ദേഹം അവിടെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇത്തരമൊരു സമീപനം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ ഗവർണറെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിൻവലിക്കണം. കേരളത്തിന് അപമാനമാണ് ഗവർണർ. അങ്ങനെയുള്ള ഒരാളെ ഈ സ്ഥാനത്ത് ഇരുത്തുന്നത് ഒരിക്കലും ശരിയല്ല. പിൻവലിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാജ്ഭവനിൽ ചടങ്ങുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ ആതിഥേയൻ, ഒരു ആതിഥ്യ മര്യാദ എന്നൊക്കെ പലപ്പോഴും അദ്ദേഹം പ്രസംഗങ്ങൾ സംസ്കൃതത്തിലൊക്കെ ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനൊരു സമീപനമല്ല സ്വീകരിച്ചത്. ഒരു ആതിഥ്യ മര്യാദയുമില്ല. ഒരു സാമൂഹ്യ ബോധമുള്ള, ഒരു സാംസ്കാരിക നിലവാരമുള്ള ഒരു സമീപനമാണോ ഇങ്ങനെ? ഇതാണൊരു ഗവർണറെങ്കിൽ ഇവിടെ താഴേക്കടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അടിയും കുത്തും ചവിട്ടുമൊക്കെ നടത്താറുണ്ട്. അതിനേക്കാളും തരം താണു പോയില്ലേ ഗവർണർ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന മഹാപുരുഷൻ? എന്തൊരു കഥയാണിത്! ഈ കേരളത്തിലല്ലേ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്? എന്തും ചെയ്യാമെന്നായോ, എങ്ങനെയുമാകാമെന്നുള്ള അവസ്ഥയായി. തൻ്റെ ഇരിക്കുന്ന അധികാരം കൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നൊരു നിലയിലേക്ക് ഒരു ഗവർണർ ചുരുങ്ങിപ്പോയോ? വളരെ വളരെ അപമാനകരമായൊരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. എങ്ങനെ ഇത് മുന്നോട്ട് പോകും? കാരണം ഇനി അടുത്ത നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ടി വരും. ഗവർണറുമായി സർക്കാരിന് പല ബില്ലുകളും സർക്കാരിന് പാസ്സാക്കേണ്ടി വരും. എല്ലാം ഈ സമീപനമാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കേരളത്തിലെ ഗവൺമെൻറ്റിന് ആരോടെങ്കിലും പ്രതികാര ബുദ്ധിയോ തെറ്റായ നിലപാടോ സ്വീകരിക്കണമെന്ന് അശേഷം ആഗ്രഹമില്ല. അങ്ങനൊരു നിലപാടല്ല. കാരണം ഞങ്ങൾ ജനങ്ങളുടെ പക്ഷമാണ്. ജനങ്ങളാണ് ഞങ്ങളുടെ യജമാനന്മാർ. ഗവർണർക്ക് ആരെയും നോക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ജനങ്ങളുമില്ല. കേന്ദ്ര ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത് നിശ്ചയിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് നാളെ പിൻവലിച്ചാൽ അദ്ദേഹം നേരെ കെട്ടും കെട്ടി ഡൽഹിക്ക് പോകണം, ഉത്തർപ്രദേശിലേക്ക് പോകണം. ജനതാൽപര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നതല്ല ഗവർണർ പദവി.
ഇദ്ദേഹത്തിന് എന്ത് നോക്കാൻ? കേന്ദ്രം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു, ഇവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരിക്കുന്നു. RSSുമായിട്ടാണ് ബന്ധം. അവർ പറയുന്നതിനനുസരിച്ച് എല്ലാ വിഡിത്തങ്ങളും വികൃതി വേഷവും കിട്ടുന്നു. മഹാ അപമാനം. EP ജയരാജൻ ഞങ്ങളുടെ പ്രതിനിധി VV അരുണുമായി സംസാരിക്കുകയായിരുന്നു. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ അരുൺ തന്നെ പങ്കുവയ്ക്കും. അരുൺ, എന്തായാലും ഇതിനു മുമ്പും ഗവർണർക്കെതിരെ CPM നേതാക്കളും LDF നേതാക്കളും എല്ലാം രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി ഇപ്പോഴൊക്കെ മുഖ്യമന്ത്രിയും അത്തരത്തിൽ വിമർശനം ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഗവർണറുടെ സമീപനം, അതിനുശേഷമുള്ള LDF കൺവീനറുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. രൂക്ഷ വിമർശനം, അതിനപ്പുറം ഒരു പടി കൂടി കടന്നുള്ള വിമർശനം EP ജയരാജന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് വിലയിരുത്തപ്പെടുക? രജനി, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അതിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്നു എന്നതിന്റെ തെളിവായി തന്നെ ഇതിനെ കാണണം. ഇന്നലെ ഗവർണർ മുഖ്യമന്ത്രി പങ്കെടുത്ത സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയോട് കാട്ടിയ സമീപനം കടുത്ത അതൃപ്തിയാണ്, കടുത്ത പ്രതിഷേധമാണ് ഇടതു കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗവർണർ ഒരു കാരണവശാലും ഇങ്ങനെ പെരുമാറാൻ പാടില്ലാത്തതെന്ന ഒരു പൊതുവികാരമാണ് ഇടതു കേന്ദ്രങ്ങളിൽ പൊതുവിലുള്ളത്. അതിന് കാരണം ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനിലാണ് ഈ പരിപാടി നടന്നത്, സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. ഗവർണറാണ് ഇതിന്റെ ആതിഥേയൻ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ സ്വാഭാവികമായും അവരോട് മര്യാദയ്ക്ക് പെരുമാറേണ്ട ഒരു ബാധ്യത ഗവർണർക്കുണ്ടായത്. അത് ഉണ്ടായില്ല എന്ന വിമർശനമാണ് ഇടതു കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. EP ജയരാജൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഗവർണറെ വിമർശിക്കുന്നത്. ഗവർണറെ ഉടൻ തിരികെ വിളിക്കണം, പിൻവലിക്കണമെന്ന ആവശ്യവും ഇടതുമുന്നണി കൺവീനർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ രീതിയിൽ ഗവർണറുടെ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല, ഒരു തരത്തിലും ഗവർണറുമായി ചേർന്നു പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് ഇടതുമുന്നണിക്ക് പൊതുവിൽ ഉള്ളത്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറിൽ കൂടുതൽ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകും. ഗവർണർ ഇന്ന് തിരികെ മുംബൈയിലേക്ക് പോകുന്നുണ്ട്, ഗവർണർ പ്രതികരണവും ഉണ്ടാകും. ഏത് സാഹചര്യത്തിൽ നമുക്കറിയാം, നേരത്തെയൊക്കെ മുഖ്യമന്ത്രി ഗവർണറുമായി ഇത്തരം തർക്കങ്ങളുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ അതൊന്നും ഇരു കൂട്ടരും കാണിച്ചിരുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി 2 തവണ ഗവർണറുടെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചു, പക്ഷെ അപ്പോഴൊക്കെ ഗവർണർ മുഖം മാറ്റുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. മാത്രമല്ല, അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഈ ചടങ്ങ് പൂർത്തിയാക്കി ഗവർണർ മടങ്ങുകയും ചെയ്തു. ഗവർണർ സാധാരണ ഒരു വേദിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ നേരിൽ കണ്ട് അവരോട് സംസാരിച്ച് കുശലം പറഞ്ഞ് അഭിവാദ്യം ചെയ്ത ശേഷമാണ് ഗവർണർ ഈ വേദിയിലേക്ക് കയറുക. ഇന്നലെ അതുണ്ടായില്ല. മുഖ്യമന്ത്രി ഗവർണർക്ക് തൊട്ട് പിന്നാലെ വേദിയിലെത്തുമ്പോഴും പരസ്പരം മുഖം കൊടുക്കാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചു. മുഖ്യമന്ത്രി നോക്കാൻ ശ്രമിക്കുമ്പോഴും ഗവർണർ മുഖം തിരിക്കുന്നതാണ് കണ്ടത്. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ഛായാചിത്രകാരം മുഖ്യമന്ത്രി മന്ത്രിമാരും ബഹിഷ്കരിച്ചത്. അതായത് ഗവർണർ സർക്കാർ പോര്, തർക്കം ഒട്ടും കുറയാതെ തുടരുന്നു, കൂടുതൽ രൂക്ഷമാകും വരും ദിവസങ്ങളിൽ എന്നൊരു സൂചനയാണ്. ഇന്നലെയും സർക്കാർ ഗവർണർക്കെതിരെ ഗവർണർ അധികാരങ്ങൾ നിർവചിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്ര നാൾ ബില്ല് പിടിച്ചുവെക്കാം, അതിന് കൃത്യ സമയ പരിധി വേണം എന്നതിൽ കോടതിയുടെ ഒരു തീർപ്പ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി സമീപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായും നിയമപരമായും ഗവർണർക്കെതിരെ പോര് കടുപ്പിക്കുകയാണ് സംസ്ഥാനത്ത് ഇടതുമുന്നണി. യെസ്, അതാണ് രാഷ്ട്രീയപരമായും നിയമപരമായും ഇടതുമുന്നണി പോര് കടുപ്പിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലടക്കം അത് ഭേദഗതി ഹർജി നൽകിയപ്പോഴും അങ്ങനെയാണ് സംസ്ഥാനം നിലപാടെടുത്തത്. ഈ ഗവർണർ ബില്ലുകളിൽ ഒപ്പിടുന്ന വിഷയത്തിലടക്കം കൃത്യമായ മാർഗരേഖ പുറത്തിറക്കണമെന്ന രീതിയിലുള്ള ആവശ്യമാണ് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അരുൺ, ഇങ്ങനെ രൂക്ഷഭാഷയിലുള്ള വിമർശനം EP ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു പടി കൂടി കടന്നുള്ള വിമർശനമാണ് LDF കൺവീനർ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഈ പോര് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഗവർണർ ഡൽഹിയിൽ എത്തുകയാണെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് ഒരുപക്ഷെ ഇതിന് മറുപടി പറഞ്ഞേക്കാം. വരും ദിവസങ്ങളിലും ഇങ്ങനെ ശക്തമായ ഭാഷയിൽ ഒരു വിമർശനം LDFന്റെയും CPMന്റെയും നേതാക്കളുടെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും പിന്മാറ്റം ഇനി ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ഗവർണർ സകല പരിധികളും ലംഘിച്ചു മുന്നോട്ട് പോകുന്നു എന്ന വിമർശനമാണ് ഇടതു കേന്ദ്രങ്ങളുടേത്, സർക്കാരിന്റേത്. കാരണം സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ എല്ലാം തകരാറിലായി എന്ന് ഗവർണർ പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ അതിന്റെ അടുത്ത വഴി രാഷ്ട്രപതി ഭരണമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഗവർണറുടെ നീക്കങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരം ഭീഷണികൾ ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലാണ് സർക്കാരിനും ഇടതു മുന്നണിക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഗവർണർ അത്തരത്തിൽ രാഷ്ട്രപതി സമീപിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഗവർണർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല, സംസ്ഥാന സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തെഴുതിയത്. സർക്കാരിന് മുന്നിൽ ഇനിയും വെല്ലുവിളികളുണ്ട്. നിയമസഭാ സമ്മേളനം അടുത്ത മാസം ജനുവരി 15 ചേരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായ ഒരു പുതിയ വർഷം നിയമസഭാ സമ്മേളനം ചേരണമെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം വേണം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ വേണം
സഭാ സമ്മേളനം ചേരേണ്ടത്. കഴിഞ്ഞ വർഷവും ഗവർണർ സർക്കാരിനെ പ്രഖ്യാപന പ്രസംഗം നടത്തില്ല എന്ന തരത്തിലുള്ള സൂചനകൾ, വെല്ലുവിളികൾ നടത്തിയിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി ഗവർണറെ വിളിക്കുകയും അതിലൂടെ ആ തർക്കം മഞ്ഞ് ഉരുകുകയുമായിരുന്നു, സമവായമാവുകയായിരുന്നു. തുടർന്ന് ഗവർണർ സഭയിലെത്തി നയപ്രഖ്യാപന പ്രസംഗം നടത്തി മടങ്ങി. പ്രതിപക്ഷം അവിടെ ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. സർക്കാർ അതിനെ എതിർത്തു. അങ്ങനെ ഗവർണറും സർക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് പ്രതിപക്ഷത്തെ. ഞാനിപ്പോൾ അരുണിലേക്ക് മടങ്ങിയെത്താം. രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ ഇപ്പോൾ നമ്മളൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഗവർണറുടെ പെരുമാറ്റം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ശക്തമായ ഭാഷയിൽ, അതിരൂക്ഷമായ ഭാഷയിൽ ഗവർണറെ വിമർശിച്ച് EP ജയരാജൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മൂർഖൻ പാമ്പിനെ പോലെ വിഷം ചീറ്റുന്ന നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതടക്കമുള്ള വലിയ വിമർശനം EP ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ പോര് രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് പ്രതീക്ഷിക്കണം? ഇങ്ങനെ കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമോ? ഞാൻ വിചാരിക്കുന്നത് ഈ പോരാട്ടം ഇതൊരു രണ്ടു കൂട്ടരും, മുഖ്യമന്ത്രിയും ഗവർണറും അല്ലെങ്കിൽ ഇടതുമുന്നണിയും ഗവർണറും തമ്മിലുള്ള ഈ പോരാട്ടം സത്യം പറഞ്ഞ വളരെ നിർഭാഗ്യകരമായ അല്ലെങ്കിൽ വളരെ ഒട്ടും ആശാസ്യം അല്ലാത്ത തലങ്ങളിലേക്ക് വളരുകയാണ്. ഒരു പരിധിവരെ ഇന്നലെ ആ മുഞ്ഞുരുകാനുള്ള ഒരു ചെറിയ സാധ്യതയാണ് ഉണ്ടായിരുന്നത്. ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും അടുത്തടുത്തിരുന്നു. അവരിരുവരും ഒരു സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന അത്രത്തോളം ഇല്ലെങ്കിലും ചുരുങ്ങിയ പക്ഷം ഒന്ന് കൈകൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ സംസാരിക്കാനോ തയ്യാറാകുകയും ആ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ചെറിയ അന്തരീക്ഷത്തിന് ഒരു ചെറിയ അയവ് അല്ലെങ്കിൽ മഞ്ഞ് ഒരുക്കം എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. പക്ഷെ ആ തീർത്തും അപരിചിതരെ പോലെ രണ്ടുപേരും പെരുമാറുകയും ആ ചടങ്ങ് കഴിഞ്ഞ ഉടൻ മുഖ്യമന്ത്രി പോവുകയൊക്കെ ചെയ്തതോടുകൂടി വീണ്ടും ഇരുവരും തമ്മിൽ ഒരു അനുരഞ്ജനത്തിന് ഒട്ടും തയ്യാറല്ല, വാശി അതേപടി നിൽക്കുന്നു എന്ന തോന്നലാണ് എല്ലാവർക്കും ഉണ്ടായത്. പക്ഷെ ഈ പോക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭരണഘടനാപരമായിട്ട് ഏറ്റവും ഉന്നത പദവിയിലുള്ള രണ്ടുപേര്, മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വലിയ പദവിയിലിരിക്കുന്നു, ഗവർണർ ആവട്ടെ ഭരണഘടനാപരമായിട്ട് സംസ്ഥാനത്തിന്റെ ഭരണ തലവനുമാണ്. ഈ രണ്ടുപേരും തമ്മിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. അതൊട്ടും തുടർന്ന് കൊണ്ടുപോകാൻ കൊള്ളാത്ത കാര്യമാണ്. ഇപ്പൊ EP ജയരാജന്റെ പ്രസ്താവന എന്നൊക്കെ പറയുന്നത് വളരെ പരിധി വിട്ടതാണ്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെ കുറിച്ച് വിഷം ചീറ്റുന്ന മൂർഖൻ എന്ന രീതിയിലേക്കുള്ള പ്രയോഗങ്ങളിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഇത് കടന്ന കൈയാണ്. പക്ഷേ ഗവർണറും സമാന രീതിയിൽ പലരെയും അങ്ങനെ വിമർശിക്കുന്നുണ്ട്. ക്രിമിനൽ അടക്കം എന്നുള്ള പരാമർശം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ബ്ലഡി കണ്ണൂർ നടക്കം ഒരു നാടിനെ അടക്കം വിമർശിക്കുന്ന സാഹചര്യവും ഗവർണറും നടത്തുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആരും മോശക്കാരല്ല. ഒരു പരിധി വരെ ഗവർണറിൽ നിന്ന് ഞാൻ ഇന്നിപ്പോ പ്രത്യേകിച്ച് ജയരാജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് അത് പരാമർശിച്ചത്. ഒരു ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പ്രയോഗങ്ങളാണ് ബ്ലഡി കണ്ണൂറും ബ്ലഡി ക്രിമിനൽസും എന്നൊക്കെ പറയുന്നത്. അത്രത്തോളൊന്നും പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത് ഈ രണ്ട് പദവികളെ കുറിച്ചും ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സങ്കല്പമുണ്ട്. അവരൊക്കെ പറയുന്ന ഭാഷ, അവരുപയോഗിക്കുന്ന പ്രയോഗങ്ങൾ, ഇതൊക്കെ ഒരു മിനിമം നിലവാരത്തിൽ നിന്ന് താഴെ പോകില്ല എന്നാണ് ജനങ്ങൾ കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് ജനങ്ങൾ കരുതുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത് സാധാരണ രാഷ്ട്രീയക്കാരെക്കാൾ കൂടിയ അളവിൽ അവര് വാക്കുകൾ ഉപയോഗിക്കുന്നു. അവരുടെ ശരീരഭാഷ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മുഖഭാവങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വളരെ വളരെ താഴ്ന്ന തലത്തിലേക്ക് വാശിയും വൈരാഗ്യവും വളരുന്നു. ജയിക്കാൻ വേണ്ടി മാത്രം എല്ലാവരും തന്നെ ഞങ്ങൾക്ക് ജയിച്ചേ തീരൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു. ഇതൊന്നും നമുക്ക് പരിചയമുള്ള കാര്യങ്ങളല്ല. ഇതിനു മുമ്പ് എത്രയോ ഇതിനേക്കാൾ ഉയർന്ന പദവിയിൽ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വരെ വിരമിച്ച് ഗവർണറായവരെയൊക്കെ നമുക്കറിയാം. അവർക്ക് എത്ര അന്തസ്സോടെയാണ്, എത്ര ആഭിജാത്യത്തോടും കുലീനതയോടും കൂടിയിട്ടാണ് പെരുമാറിയിരുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ആരാണ് കുറ്റക്കാരൻ, ആരാണ് ഏത് പക്ഷമാണ് ശരി തെറ്റെന്നും നമുക്ക് അബ്സല്യൂട്ടായിട്ട് പറയാനും കഴിയുന്നില്ല. എല്ലാവരും അവരവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും അതിനകത്ത് പങ്കുണ്ട്, ഗവർണർക്ക് അതിലേറെ പങ്കുണ്ട്, മന്ത്രിമാരും ഇടതുമുന്നണി കൺവീനർ അടക്കമുള്ളവർ അതിനെല്ലാം ആക്കം കൂട്ടുന്ന രീതിയിൽ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് എത്തും? ഈ പദവികളുടെയൊക്കെ ആ ഒരു പവിത്രതയും മാന്യതയും മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പരിഹാസ്യ പാത്രങ്ങളായി സ്വയം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനം വേണ്ടേ എന്നുള്ളതാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ നമുക്കൊക്കെ തോന്നുന്നത്. ഇത് പരിധി കടക്കുന്നു. ലക്ഷ്മണരേഖയൊക്കെ എന്നേ പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോർജ് പൊടിപ്പറയാണ് ഈ വിഷയത്തിൽ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും EP ജയരാജന്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ ഭാഷയിലാണ് ഗവർണർക്ക് നേരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ഗവർണർ ഇന്ന് ഡൽഹിക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഡൽഹിയിൽ എത്തിയ ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ ഇതിനടക്കം നമുക്കൊരു മറുപടി പ്രതീക്ഷിക്കാം. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
വയനാട്ടിൽ കടുവയ്ക്ക് പിന്നാലെ പുലിയും മുണ്ടക്കൈയിൽ മേയാൻ വിട്ട പോത്തിനെ പുലി ആക്രമിച്ചു കൊന്നു. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. ജനവാസ മേഖലയ്ക്ക് സമീപം പുലി സാന്നിധ്യമുണ്ടായതോടെ നാട്ടുകാരും കടുത്ത ഭീതിയിലാണ്. ജിൻസ് തോട്ടുംകര വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ജിൻസ്, ഇപ്പോൾ കടുവാഭീതി ഒരു വശത്ത്, പുലിയെ കൂടി പേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? വനംവകുപ്പിന്റെ നടപടികൾ എങ്ങനെയാണ്? രഞ്ജിനി, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം. മേപ്പാടി പഞ്ചായത്തിലെ 11ാം വാർഡ് മുണ്ടക്കൈയിലാണ് മേയാൻ വിട്ട പോത്തുകുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നത്. വട്ടപ്പാറ ഇബ്രാഹിമിന്റെ 1.5 വയസ്സുള്ള പോത്തുകുട്ടിയാണ് ഈ പുലി ആക്രമിച്ചത്. ഇയാളുടെ 8 പോത്തുകളിൽ ഒന്നിനെ കാണാതാവുകയായിരുന്നു. പിന്നീട് അന്വേഷണം നടന്നപ്പോഴാണ് ഈ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ പുലി ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞതോടെ വനംവകുപ്പ് ഈ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ ഈ പുലിയെ കണ്ടെത്താനായില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിലും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ മേയാൻ വിട്ട പോത്തിനെ പുലി ആക്രമിച്ചിരുന്നു. ഈ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർ കടുത്ത ഭീതിയിലാണ്. വയനാട്ടിൽ എല്ലാവരും തന്നെ ഇപ്പോൾ കടുവാ ഭീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ആളുകൾ കടുത്ത ഭീതിയിൽ തന്നെയാണ്. ഈ പുലിയെ എത്രയും പെട്ടെന്ന് കൂടിവെച്ച് ഈ പ്രദേശത്ത് നിന്നും പിടികൂടണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ ശക്തമാവുകയാണ്. രഞ്ജിത്ത്, ശരി, ജിൻസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി